കൊട്ടാരക്കര മീൻപിടിപ്പാറയുടെ വിശേഷങ്ങളാണ് ഇന്ന്. കൊട്ടാരക്കര ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയായി DTPCയുടെ കീഴിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനാണ് മീൻപിടിപ്പാറ. മലീമസമായി ഒഴുകേണ്ടിയിരുന്ന ഒരു നദിയെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ഒരു സായാഹ്ന വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. കുടുംബമായി ധാരാളം പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മനോഹരമായ പൂന്തോട്ടം വൃത്തിയോടും വെടുപ്പോടും കൂടി സൂക്ഷിച്ചിരിക്കുന്നു. നടപ്പാത കല്ലുപാകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കുവാനായി ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് നദിയുടെ ഒഴുക്ക് കണ്ട് വിശ്രമിക്കാം. ഒഴുക്കിനെ യാതൊരു രീതിയിലും ബാധിക്കാതെയുള്ള നിർമ്മാണം. ഒരു പൊതു ഇടം എത്ര വൃത്തിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുവാനാകും. സായാഹ്ന വെയിലേറ്റുകൊണ്ട് വാഹനങ്ങളുടെ ശബ്ദമില്ലാതെ കുറച്ച് സമയം സ്വസ്ഥമായി ഇരിക്കാൻ ഒരിടം തന്നെയാണ് മീൻപിടിപ്പാറ. ഗ്രാമപ്രദേശങ്ങളിലെ അരുവികളും മറ്റും മലീമസപ്പെടുത്തുന്നതിന് പകരമായി ഇത്തരത്തിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അതുവഴി ഗവൺമെൻറ്റിന് വരുമാനമുണ്ടാക്കുവാനും ജനങ്ങൾക്ക് വന്നിരിക്കുവാൻ ഒരു സ്ഥലം കൂടിയാകും എന്നത് തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം കുട്ടികൾക്ക് കളിക്കുവാനായി ഒരു മിനി പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്. മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ലോകത്തേക്ക് വഴുതി വീഴുന്ന കുട്ടികൾക്ക് ഇത് പുതിയ ഒരു അനുഭവം തന്നെയാണ്. ഇതേ മാതൃകയിൽ നമ്മുടെ നാട്ടിലും എത്രയോ ഒഴിഞ്ഞ ഇടങ്ങൾ വിശ്രമകേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ കഴിയും. തൂക്കുപാലത്തിൻ്റെ മാതൃകയിൽ നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ചെറുനാടൻ മത്സ്യങ്ങൾ അന്യം നിന്ന് പോകുമ്പോൾ ഇവിടെ ധാരാളമായി ഇതിനെ കാണുവാൻ കഴിയും. ഭയമേതുമില്ലാതെ അപകടരഹിതമായി ഇവിടെ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കാം എന്നത് തന്നെയാണ് മറ്റൊരു പ്രത്യേകതയായുള്ളത്. കൊട്ടാരക്കരയിൽ നിന്നും 1.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. സ്വകാര്യ വാഹനങ്ങളിലോ ഓട്ടോ വിളിച്ചോ ഇവിടേക്ക് എത്തുവാൻ കഴിയും.